വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം ഞാൻ തന്നെ വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അടുത്ത വാക്യങ്ങളും ജസ്റ്റ് വായിക്കാം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നമ്മൾ വായിച്ച 2 വേദഭാഗങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ. ആമേൻ. യേശു കർത്താവ് തന്നെ ഒരു ഇടയൻ്റെ ആലയെക്കുറിച്ച് അല്ലെങ്കിൽ ആടുകൾ വസിക്കുന്ന തൊഴുത്തിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞ ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് അങ്ങനെ വേണം പറയാൻ. ആമേൻ. അങ്ങനെ കർത്താവ് വിശദീകരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. വളരെ ശാന്തമായി എനിക്ക് കിട്ടിയ ചെറിയ ആലോചന ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. 27-ാം വാക്യത്തിൽ കർത്താവ് പറയാ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. യേശു കർത്താവ് പറയാ, കർത്താവിൻ്റെ ആടുകൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് രാത്രി ഇത് പറയുമ്പം കുറച്ച് കാര്യങ്ങൾ കുറച്ച് ലിബറലായിട്ട് പറഞ്ഞു പോകാനായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. വിമർശനമാണ് തോന്നിയാലും കുഴപ്പമില്ല. അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 21-ാം തീയതി ആയപ്പോൾ, ഈ സെപ്റ്റംബർ 21-ന് ഞാൻ 22 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്. കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയം രക്ഷിക്കപ്പെട്ട ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ ഒരുപാട് പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഒത്തിരി പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവരെയും വെളിപ്പാടുകൾ കാണുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അവർ മുഖാന്തരം ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചിന്തിച്ച കുറേ കാര്യങ്ങളുമുണ്ട്. ഈ സമയങ്ങളിൽ പൊതുവെ നമ്മുടെ സഭകളിലൊക്കെ കേൾക്കുന്ന പ്രവചനങ്ങളൊന്നും അത്ര ആക്യുറേറ്റ് ഒന്നും ആയിരിക്കണമെന്നില്ല. ഓപ്പണായിട്ട് ഞാനങ്ങ് പറയാം. മറ്റൊന്ന്, പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള വെളിപ്പാടുകൾ, ചില ആളുകൾ വെളിപ്പാട് കണ്ട് പ്രവചിക്കാറുണ്ടല്ലോ. കാരണം ദർശനപരമെന്ന് ചിലതിനെ പറയും. കാരണം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വെളിപ്പാട് കാണും, അല്ലെങ്കിൽ ഒരു കാഴ്ച കാണും, എന്തെങ്കിലും ഒരു കാഴ്ച കാണും. ആ കാഴ്ച അവർ വിശദീകരിച്ച് പ്രവചനമായി പറയും. അതൊരു ശുശ്രൂഷയാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിലയാമിനെ കുറിച്ച് വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് തുറന്നിരുന്നുകൊണ്ട് എന്ത് ചെയ്യും, ദർശനം കാണാൻ ഭാഗ്യം ലഭിച്ച ആളെന്ന് ബിലയാമിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ദർശനം കണ്ണ് തുറന്നിരുന്നുകൊണ്ടും കണ്ണടച്ചുകൊണ്ടും ഒക്കെ കാണാൻ പറ്റുമെന്ന് തിരുവചനത്തിലുണ്ട്. പലപ്പോഴും പലരും കാണുന്ന വെളിപ്പാടുകൾ പാമ്പ് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നാൽ പാമ്പിന്റെ തല തകർന്ന വെളിപ്പാട് ഒരുത്തനും കണ്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, ആര് കേട്ടാലും കുഴപ്പമില്ല. നമ്മുടെ സഭകളിലൊക്കെ ഇങ്ങനെയുള്ള ഒത്തിരി അനാവശ്യ പ്രവചനങ്ങൾ, അനാവശ്യ വെളിപ്പാടുകൾ കേട്ട് ഒരുപാട് പേർ വഴിതെറ്റി തകർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ യേശു കർത്താവ് തന്റെ സഭയോട്, തന്റെ തൊഴുത്തിലുള്ള തന്റെ ശബ്ദം കേൾക്കുന്ന തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ആടുകളോട് യേശു കർത്താവ് ഒരു കാര്യം പറഞ്ഞ കാര്യമാണിത്. അവൻ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ആമേൻ. ആടുകൾ ഇടയന്റെ ശബ്ദം കേൾക്കുകയും അവൻ ഇടയന്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ സഭയുടെ പ്രത്യേകത. കുറച്ചുകൂടെ വ്യക്തമായി പറയാം, ദൈവത്തിന്റെ സഭയിൽ ഉൾപ്പെട്ട, വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലാണെന്ന് സ്വയം അഭിമാനിക്കുന്ന നീയും ഞാനും ഇൻഡിവിജ്വലായി ദൈവശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ യു ആർ അട്ടർ ഫെയിലിയർ. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദം റിയലായി കേൾക്കാൻ കഴിയണം, അതനുസരിക്കാൻ സാധിക്കണം. ആമേൻ. അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആമേൻ. അവരെന്ത് ചെയ്യുന്നു? ആ കേൾക്കുന്ന ശബ്ദം തിരിച്ചറിയുന്നു. ഇനി വേറൊരു കാര്യം പറയാം, മറ്റിടയന്മാരാരെങ്കിലും ഈ ആടുകളെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ആടുകൾ എന്ത് ചെയ്യത്തില്ല? ആ ഇടയന്റെ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. ആമേൻ. അവർക്കറിയാം എല്ലാ ദിവസവും ഈ മേച്ചിൽപ്പുറത്തേക്ക് തങ്ങളെ കൊണ്ടുപോകുന്ന ഇടയൻ, വന്യമൃഗങ്ങൾ വരുമ്പോൾ തങ്ങളെ അതിൽ നിന്ന് സ്വന്തം ജീവൻ കൊടുത്ത് രക്ഷിക്കുന്ന ഇടയൻ, അങ്ങനെ സ്നേഹമുള്ള, കരുതലുള്ള, കെയറിംഗ് ഉള്ള, വിശദീകരിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് സ്നേഹം നൽകുന്ന നല്ല ഇടയനെ ആടുകൾക്കറിയാം. ഇത് അനുഭവിച്ചറിഞ്ഞ ആടുകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കള്ളന്മാർ വന്നാൽ അവരുടെ ശബ്ദത്തെ റെസ്പോണ്ട് ചെയ്ത് പോകത്തില്ല. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി കൂടെയാണ് കർത്താവ് ഇത് പറഞ്ഞത്. ഇത് പറയുമ്പം ഇതൊക്കെ കുറച്ച് അർത്ഥങ്ങൾ ഈ വാക്കുകൾക്കുണ്ട്, അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ കുറെ അർത്ഥങ്ങൾ ഉണ്ട്. പിന്നത്തേതിൽ നമുക്കറിയാം, ദൈവസഭയുടെ ചരിത്രത്തിൽ യേശു കർത്താവിന്റെ കാലം കഴിഞ്ഞു. അപ്പോസ്തലന്മാർ സഭയുടെ കൺട്രോളിങ്, അല്ലെങ്കിൽ സഭയെ നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അവർ മുഖാന്തര ലേഖനങ്ങൾ അവർക്ക് എന്ത് ചെയ്തു? പ്രബോധനങ്ങൾ നൽകി അവരെ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുപോയി. എന്നാൽ അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ പിന്നത്തേതിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഇടയന്മാരല്ലാത്ത
ചെന്നായ്ക്കൾ, ആമേൻ, ആടുകളുടെ ഇടയിൽ കടന്നു വന്ന കൊടിയ ചെന്നായ്ക്കൾ. അവരെ ഇങ്ങനെ പറയുന്ന ദുരുപദേഷ്ടാക്കന്മാർ, അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞതിനപ്പുറത്ത് എഴുതപ്പെട്ട തിരുവചനത്തിന്റെ സത്യസന്ധമായ ഉപദേശത്തിന്റെ പുറത്തുള്ള ദുരുപദേശങ്ങൾ, അനാവശ്യ ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദുരുപദേഷ്ടാക്കന്മാർ അന്നു മുതൽ ഈ കാലഘട്ടത്തിലും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഈ കാലയളവുകളിലും കർത്താവിന്റെ വചനത്തെ ആമേൻ ദുർബലമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞേ, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അനാവശ്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട്, ജനത്തെ ആമേൻ നല്ല ഇടയിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഒരുപാട് പേർ വഴിതെറ്റിക്കുന്ന ഈ കാലയളവിലും നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ശബ്ദം റിയലായി കേൾക്കുക എന്നുള്ളതാണ്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്, കർത്താവ്, എനിക്ക് വേണ്ടത് അങ്ങയുടെ ശബ്ദം റിയലായി കേൾക്കണമെന്നുള്ളതാണ്. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, യേശു കർത്താവ് ഇതേ കാര്യം പറയുന്നതായിട്ടാണ് യോഹന്നാൻ പറയുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആമേൻ. ആരെങ്കിലും എൻ്റെ വിളി കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ വന്നിരുന്ന് അത്താഴം കഴിക്കും. അവൻ എത്ര മനോഹരമായ ഒരു അവസ്ഥ ഇത്. അത് ഒന്ന് പറയാം. ഞാൻ നേരത്തെയും ആ സംഭവം യേശു കർത്താവ് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുന്ന അനുഭവം അവൻ ശിഷ്യന്മാർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കർത്താവിനെ അറിയാതെ കർത്താവിന്റെ കൂടെ നടന്നിട്ട് അവൻ എമ്മവൂസിലെ സത്രത്തിൽ വന്നപ്പോൾ കർത്താവിന്റെ കൂടെ ഇരുന്ന് അത്താഴം കഴിച്ച് രണ്ടുപേരുണ്ട്. അവരുടെ ലൈഫ് സെക്കൻഡുകൾക്കുള്ളിൽ മാറി. അവൻ കാരണം എന്താ വെച്ചാൽ അവർക്കൊരു തിരിച്ചറിവുണ്ടായി അത്താഴം കഴിച്ച സമയത്ത്. ഇതാണ് കർത്താവിന്റെ കൂടെ അത്താഴം കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അവൻ ഇവിടെ പറയുന്ന കർത്താവ് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുക, പക്ഷെ ആരും തുറക്കുന്നില്ല. പക്ഷെ തുറന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ വാതിലൊന്ന് തുറന്നു കഴിഞ്ഞാൽ, അവന്റെ ഹൃദയം ഒന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ അവൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി, അവൻ യേശു കർത്താവ് ഇടയൻ നമുക്ക് വേണ്ടി നമ്മുടെ വാതിലിൽ നിന്ന് മുട്ടുന്ന ശബ്ദം കേട്ട് ഞാനൊന്ന് അവൻ എൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കാൻ തയ്യാറായാൽ, എൻ്റെ കൂടെ വന്നിരുന്ന് അത്താഴം കഴിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പുതിയ ചില ആമൻ അനുഗ്രഹങ്ങളുടെ ആമൻ എന്താണ് ഉടമസ്ഥത എനിക്ക് തരാൻ വേണ്ടി യേശു കർത്താവ് കാത്തിരിക്കുകയാണ്. ആമേൻ. ഇത്രയുള്ള കാര്യം, ദൈവത്തിന്റെ ശബ്ദം നമ്മൾ എന്ത് ചെയ്യണം, റിയലായി കേൾക്കണം, അനുഭവിക്കണം. ആമേൻ. ഇത് പറയുമ്പോൾ പഴയ നിയമത്തില് ഭക്തന്മാരായ ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവശബ്ദം കേട്ടിട്ടുണ്ട്. മോശ സീനായില് 40 ദിവസം ഇരുന്നു, ദൈവവുമായി അഭിമുഖമായി സംസാരിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ഭക്തന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ദൈവശബ്ദം കേട്ടതിന് ശേഷം തേജസ്സുമായി മോശ ഇറങ്ങി വന്നത് നമുക്കറിയാം. ഇനി സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം. അങ്ങനെ ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അത് പറയുന്നുണ്ട്, അത്ര വലിയ ശബ്ദമാണെന്ന്. ഇനി വളരെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം പറയാം. പഴയ നിയമത്തിൽ ദൈവശബ്ദം കേൾക്കാൻ സാധാരണഗതി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 10-22 വർഷമായെന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആദ്യ സമയങ്ങളിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, ദൈവത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റിയാൽ, ഈ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ, വെളിപ്പാട് കാണുന്നവർ, ഇങ്ങനെ ദൈവശബ്ദ മുഖാന്തരം ശുശ്രൂഷ ചെയ്യുന്നവരുടെ ശുശ്രൂഷകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു ആത്മീയ അനുഭവമൊക്കെ എനിക്കും കിട്ടുവാണെങ്കിൽ, ദൈവം സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സക്സസ് ആയിരിക്കും. കാരണം ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കും, ജസ്റ്റ് ദൈവത്തോട് ചോദിച്ചാൽ പോരെ. അപ്പോൾ ദൈവം പറയും ഇന്നത് ചെയ്യുക, ഞാനത് ചെയ്യും, അത് സക്സസ് ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും, ഇങ്ങനെ ഏത് കാര്യം, അപ്പം അങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ശ്രമകരമായ ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, നമ്മളിത് തിരിച്ചറിയത്തുമില്ല, ദൈവശബ്ദം കേട്ട് നടക്കത്തുമില്ല, ഇത് തിരിച്ചറിയുക പോലുമില്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ വിട്ടു. അങ്ങനെ ദൈവശബ്ദം കേൾക്കാനുള്ള പരിശ്രമം ഉപേക്ഷിച്ചതിന്റെ ഫലമായി ഞാൻ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു, എങ്ങും എത്തിയില്ല. അവൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവശബ്ദം യഥാർത്ഥമായി ഓരോ തവണയും ഞാൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, ഞാൻ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും കൃത്യമായി ദൈവത്തിന്റെ ആലോചന ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ, പ്രവാചകന്മാരിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ അല്ല, ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു, കൃത്യമായി ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ത് ചെയ്യുമായിരുന്നു, ഉണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനം നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കണം. ആമേൻ. പ്രവാചകന്മാർക്കപ്പുറത്ത് അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവ ശബ്ദം നമ്മുടെ കാതുകളിൽ അവൻ മുഴങ്ങി കേൾക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട്
അവൻ ദൈവം നമ്മോട് പ്രകൃതിയിലൂടെ സംസാരിക്കുന്നത് മനസ്സിലാക്കിയിട്ട്, ദൈവം നമ്മോട് സാഹചര്യങ്ങളിലൂടെ സംസാരിക്കുന്നത് അവൻ വിവേചിച്ചറിഞ്ഞിട്ട്, ദൈവം തന്റെ വചനത്താൽ നമ്മോട് ഇടപെടുന്നത് മനസ്സിലാക്കിയിട്ട്, ദൈവത്തിന്റെ ആലോചനയ്ക്കകത്ത് അവൻ നടക്കുവാൻ നമ്മൾ കാൽച്ചുവടുകൾ എടുത്തു വെച്ചാൽ, അവൻ ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ആരും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പുത്തൻ കലവറ നമുക്ക് വേണ്ടി തുറന്നു തരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരുങ്ങിയിരിക്കുകയാണ്. അവൻ എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ. അവൻ ഇത് പറയുമ്പം ഞാനും ചിന്തിച്ച് എന്റെ ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറയാം. എന്റെ ആശങ്കകളും ചിന്തകളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിനെ ചിന്തിപ്പിച്ച അറിയിച്ചു എന്ന കാര്യങ്ങളാണ് പറയുന്നത്. പഴയ നിയമത്തിനകത്ത് പുരോഹിതന്മാരുടെ രീതിയിലേക്ക് ആളുകൾ വരും. എന്തിനാണെന്നറിയാവോ? ദൈവത്തിന്റെ ആലോചന തിരിച്ചറിയാൻ വേണ്ടി, ദൈവഹിതം അറിയാൻ വേണ്ടി. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവരുടെ കയ്യിലുള്ള 2 വസ്തുക്കളുണ്ട്, ഊറീം തുമ്മീം എന്ന് പറയുന്ന 2 വസ്തുക്കൾ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആലോചന ഇവരെന്ത് ചെയ്യും? ട്യൂൺ ചെയ്തെടുത്തിട്ട് ജനത്തിന് പറഞ്ഞു കൊടുക്കും. ആമേൻ. ഇതെങ്ങനെയാണ്? ഞാനിതേക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഊറീമും തുമ്മീമും വെച്ച് എങ്ങനെയാണ് ഇവർ ഈ ആലോചന പറയുന്നത്. പക്ഷെ ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് അവര് ഊറീം തുമ്മീം എന്ന് പറയുന്ന ആ വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവാലോചന ജനത്തിന് പകർന്നു കൊടുക്കുന്നതെന്ന് വ്യക്തമായി എന്ത് ചെയ്തില്ല, ഉത്തരമില്ല. എന്നാൽ 2-3 തിയറികളുണ്ട്. അതിൽ 1-2 തിയറി ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി, അറിവിന് വേണ്ടി അത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഈ വസ്തുക്കൾ എന്ത് ചെയ്യും? ഇവര് എന്ത് ചെയ്യും? പുരോഹിതന്മാർ ധരിച്ചിരുന്ന ഒരു മാർപതക്കമുണ്ട്, അല്ലെങ്കിൽ ഈ ഹൈ പ്രീസ്റ്റ് ധരിച്ചിരുന്ന ഒരു മാർപതക്കം. അതിനകത്ത് 12 രത്നങ്ങൾ, ആ 12 രത്നങ്ങളിൽ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുള്ള ഈ 12 രത്നങ്ങൾ പതിപ്പിച്ച ഈ മാർപതക്കത്തിനകത്താണ്, അല്ലെങ്കിൽ ഇതിലാണ് ഊറീമും തുമ്മീമും ഇവർ സൂക്ഷിക്കുന്നത്. ഈ ഊറീം തുമ്മീം എന്ന് പറഞ്ഞ ഈ വാക്കിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഊറീം എന്ന വാക്കിന്റെ അർത്ഥം വെളിപ്പാട്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വെളിച്ചം, പ്രകാശനം, ഇങ്ങനെയൊക്കെയാണ് അർത്ഥമുണ്ട്. രണ്ടാമത്തെ കാര്യം തുമ്മീം, സത്യം. സത്യമെന്ന് മാത്രമല്ല പൂർണ്ണത എന്നുകൂടെ അതിനൊരു അർത്ഥമുണ്ട്. അവൻ ഈ 2 കാര്യങ്ങൾ, വെളിപ്പാടും സത്യവും, അവൻ ഈ കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങൾ ആലോചന, ദൈവത്തിന്റെ ആലോചന, യഹോവയുടെ ആലോചന അവർ എന്ത് ചെയ്യുന്ന അറിയുന്നത്. അപ്പം ആദ്യത്തെ തിയറി എന്ന് പറയുന്നത്, പുരോഹിതന്മാർ ധരിച്ചിരുന്ന ഈ മാർപതക്കം ഇത് രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണല്ലോ. 12 രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ 12 രത്നങ്ങളിലും 12 ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ജനം കാത്തിരിക്കുമ്പോൾ ഈ രത്നങ്ങൾ അതിലൊന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? അസാധാരണ വിധത്തിൽ പ്രകാശിച്ചു തുടങ്ങും. ആ പ്രകാശിക്കുന്ന രത്നത്തിലെ അക്ഷരങ്ങൾ എന്ത് ചെയ്യും? പുരോഹിതൻ നോട്ട് ചെയ്യും. അങ്ങനെ 1-2 രത്നങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നതിനനുസരിച്ച് പുരോഹിതൻ എന്ത് ചെയ്യും? ഈ മാർപതക്കത്തിലെ പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ അധികം പ്രകാശിക്കുന്ന രത്നങ്ങളിൽ പതിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ നോട്ട് ചെയ്തിട്ട് അക്ഷരങ്ങൾ ചേർത്ത് വായിച്ച് ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യും? ഇത് ജനത്തിന് ഇവർ പകർന്നു കൊടുക്കും. അതാണ് ഒന്നാമത്തെ രീതി. അല്ലെങ്കിൽ ഈ മാർപതക്കത്തിന്റെ പ്രകാശനമനുസരിച്ച് കിട്ടുന്ന വെളിപ്പാട്, അതൊരു തിയറിയാണ്. രണ്ടാമത്തെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇതിനകത്ത് എന്ത് ചെയ്യും? ചില വസ്തുക്കൾ സൂക്ഷിക്കും. 2 കല്ലുകൾ, അതാണ് പറയുന്നത്, 2 കല്ലുകളാണെന്നാണ് പറഞ്ഞത്. ഈ കല്ലുകൾ അതിനകത്ത് പേരെഴുതിയിടും, ശരി അല്ലെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യും? ഈ കല്ലുകളിൽ അവർ രേഖപ്പെടുത്തിയതിനു ശേഷം മാർപതക്കത്തിലിടും. അതിനുശേഷം അവർ എന്ത് ചെയ്യും? ആ മാർപതക്കത്തിൽ നിന്ന് ഇതിലൊന്നെടുക്കും. ഏതെങ്കിലും ഒന്നെടുക്കുമ്പോൾ അതിലേതാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ രേഖപ്പെടുത്തിയിരിക്കുന്ന വെച്ച് എന്ത് ചെയ്യും? ഇവർ ആലോചന എന്ത് ചെയ്യും? ദൈവജനത്തോട് പറഞ്ഞു കൊടുക്കും. അത് നറുക്കെടുപ്പിന്റെ രീതിയാണ്. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴൊക്കെ സാധാരണ നമ്മൾ പല പ്രവാചകന്മാരും ചെയ്യുന്ന കാര്യമാണത്. ഇവരെന്ത് ചെയ്യും? ഈ ഊറീമും തുമ്മീമും മാത്രമല്ല, ഇത് ധരിച്ചിരിക്കുന്ന പുരോഹിതൻ എന്ത് ചെയ്യും? ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഒരു ആത്മനിയോഗം കിട്ടിയിട്ട്, ഒരു ഗൈഡൻസ് കിട്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ തലച്ചോറിൽ ഒരു ചിന്ത വരും. ആ ചിന്തക്കനുസരിച്ച് എന്ത് ചെയ്യും? ഒരു പ്രകാശനം ഉണ്ടായിട്ട് അവർ ഈ സന്ദേശം ജനത്തോട് പറയും. ഇതവർ ദൈവത്തിന്റെ ആലോചനയായി കണക്കാക്കി. ഇനി രസകരമായ ഒരു കാര്യം, ഈ കാര്യത്തിനൊരു ഒരു മാധ്യമം വെച്ചിട്ടാണ് ജനം ദൈവത്തിന്റെ ആലോചന പഴയ നിയമത്തിൽ ഈ പുരോഹിതൻ മുഖാന്തരം പിടിച്ചെടുക്കുന്നത്. ആമേൻ. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ കൃത്യമായ വെളിപ്പാടുകളാണ്. ആമേൻ. ഒന്നാമത്തെ കാര്യം, 2 കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് ജനത്തിന് പുരോഹിതന്മാർ ആലോചന പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് ഊറീം, വെളിപ്പാട്. രണ്ടാമത്തെ കാര്യം തുമ്മീം, സത്യം. സത്യവും വെളിപ്പാടും വെച്ച് ജനത്തിനു വേണ്ടി ഇന്ന് പുരോഹിതന്മാർ ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ആമേൻ. ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കും ഇത് ബാധകമോ ഒരു പരിധിവരെ. ആമേൻ. കാരണം ദൈവത്തിന്റെ ആലോചന കേൾക്കണമെങ്കിൽ നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവിന്റെ ആദ്യ പാഠമായിരുന്നു വീണ്ടും ജനനെ സംബന്ധിച്ച ഉപദേശം. ആമേൻ. അങ്ങനെയാണ് ഞാനും നിങ്ങളെ രക്ഷിക്കപ്പെട്ടത്. ആമേൻ. അതുകൊണ്ടാണല്ലോ സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.
സത്യം എന്ന് പറയുന്നത് മാറ്റമില്ലാതെ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നതാണ്. ആ സത്യം മറ്റൊന്നുമല്ല, അത് യേശുക്രിസ്തു എന്ന വ്യക്തിയാണ് ആ സത്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു വെളിപ്പാട്. അതെന്താണെന്ന് ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനും പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അസാധാരണമായ പ്രകാശനമാണ് വെളിപ്പാട്. സിമ്പിളായ ലാംഗ്വേജ് പറഞ്ഞതാ, പക്ഷെ വിശദീകരിക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ, ദൈവവചനത്തിൽ ഒരു വെളിപ്പാടുണ്ടെങ്കിൽ, നിശ്ചയമായും ദൈവത്തിന്റെ ശബ്ദം നമ്മെ തേടി വരും. നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കും. ഇനി 2-3 കാര്യങ്ങൾ കൂടെ പറയാം. സാധാരണഗതിയിൽ ദൈവം സംസാരിക്കുന്നതിനെ കുറിച്ച് തിരുവചനത്തിലും നമ്മൾ മനസ്സിലാക്കിയ ഒരു 3-4 രീതികൾ പറയാം. ഒന്ന്, പ്രകൃതിയിലൂടെ ദൈവം സംസാരിക്കും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ഭൂമി അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം 2 തിമോഥെയോസിലെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പറഞ്ഞ് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ ദൈവനിശ്വാസത്താൽ ഉളവായതിനാൽ എഴുതപ്പെട്ട തിരുവചനം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള സന്ദേശമാണ്. മൂന്നാമത്തെ കാര്യം, ആന്തരികമായി നമുക്ക് ലഭിക്കുന്ന പ്രകാശനം. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നമ്മൾ ദൈവസേനയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ദൈവവചനത്തിന് അധിഷ്ഠിതമായി അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള രീതിയിൽ തികച്ചും ധാർമ്മികമായ നിലയിൽ നമ്മുടെ അകത്ത് വരുന്ന ഒരു ചിന്തയുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രകാശനമുണ്ട്. ആ രീതിയിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ഇനി അടുത്ത കാര്യം, ഇതൊക്കെ ദൈവശബ്ദം കേൾക്കുന്ന രീതികളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ഈ രീതിയിൽ കേൾക്കുന്നതാണ്. ഇനി ഇത് കൃത്യമായി കേൾക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ, സിമ്പിളായ കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യേണ്ട. അതിലൊരു കാര്യം ഞാൻ എടുത്തു പറയും. ഒന്നാമത്തെ കാര്യം, മനസ്സിനെ ശാന്തമാക്കുക, ഒരു സൈലന്റ് മൈൻഡ് നമുക്കുണ്ടായിരിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവവചനത്തിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക. ഒരുപാട് മാക്സിമം ദൈവത്തിന്റെ വചനം വായിക്കുക. ഞാൻ ഇത് പറഞ്ഞപ്പോൾ പറയാം, ആദ്യ സമയങ്ങളിൽ, ഞാനും രക്ഷിക്കപ്പെട്ട ആദ്യ സമയങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട്, എങ്ങനെ ദൈവശബ്ദം കേൾക്കാമെന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച എന്റെ ആത്മീയ പിതാവായ ദേവദാസൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും ഈ കാര്യം ചോദിച്ചു, പാസ്റ്റർ എങ്ങനെയാണ് പാസ്റ്റർ അത്ര കൃത്യമായി പ്രവചിക്കുന്നത്? ആ മനുഷ്യൻ ശക്തനായ ഒരു ദൈവവൃത്തിനായിരുന്നു. അദ്ദേഹം കൃത്യമായി പേരും നാളും ഡീറ്റെയിൽ വെച്ച് പ്രവചിക്കുന്നത് എങ്ങനെ ഈ സന്ദേശം കിട്ടുന്നത്? ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്, ഇൻഫർമേഷൻസ് ആണ്. ഇവരെല്ലാം പറഞ്ഞു തന്നൊരു കാര്യം, ദൈവവചനം മാക്സിമം വായിക്കുക. എന്നെ ദൈവവചനം പഠിപ്പിച്ച ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച ചില അധ്യാപകർ, അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് പറയുന്ന കാര്യം, മറ്റൊന്നും പറയുന്നതിനേക്ക്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരുന്നതിനേക്കാൾ അധികമായി ഒരു കാര്യം പറയുന്നത്, വചനം, ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിൾ, അത് മാക്സിമം നീ വായിക്കുക. എണ്ണമില്ലാത്തത്ര തവണ നീ വായിക്കുക. ഡെയിലി ഒരു 10-15 അധ്യായങ്ങൾ വെച്ച് വായിക്കുക. എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ. രണ്ടാമത്തെ കാര്യം, ദൈവവചനം നമ്മൾ മാക്സിമം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ആത്മമനുഷ്യനിലേക്കും നമ്മുടെ പുറമേയുള്ള മനുഷ്യന്റെ ചിന്തകളിലും കൂടുതൽ ദൈവവചനമായിരിക്കും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വചനമായിരിക്കും ആ ചിന്തയെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ ആ വചനവുമായി കണക്ട് ചെയ്തായിരിക്കും നമ്മുടെ ചിന്തകൾ പോകുന്നത്. അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് പഠിച്ച ആളുകൾക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി എല്ലാവരും, കാരണം അവർ പഠിച്ചു വെച്ചേക്കുക. അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് മെഡിസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പ്രസംഗിക്കാൻ, ശുശ്രൂഷിക്കാൻ തയ്യാറായി നമുക്കറിയേണ്ടത് നിശ്ചയമായും ദൈവത്തിന്റെ വചനമല്ലേ? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, എനിക്കിത് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു ചിന്ത, എനിക്ക് സാധിക്കുന്ന ഒരു കാര്യം, പറ്റുമെങ്കിൽ ഒരു ദിവസത്തിന്റെ 8 മണിക്കൂറും ദൈവത്തിന്റെ വചനം വായിച്ച് മനസ്സിലാക്കാൻ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് കയറുന്നതോടെ നമ്മുടെ അകത്തെ മനുഷ്യൻ വളരുവാൻ തുടങ്ങും. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശബ്ദമാണല്ലോ. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ കൂടുതൽ പ്രാഗൽഭ്യം നേടുക. മൂന്നാമത്തെ കാര്യം, അനുസരണം. നാലാമത്തെ കാര്യം എന്താണ്? പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോവുക, കാരണം അതാണ് എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ കാര്യം, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ലഭിച്ച ഈ അറിവുകൾ, അല്ലെങ്കിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കാനായിട്ട് ലഭിച്ച അറിവുകൾ, നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത ജ്ഞാനം, ഇതൊക്കെ എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് സാധാരണ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്കെല്ലാം ദൈവവചനം നന്നായിട്ട് അറിയാം. കുറച്ചുകൂടെ വ്യക്തമായി പറയാം, വചനമല്ല പലർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. ദൈവവചനം വേറെ, ശരിക്കും പറഞ്ഞാൽ വാക്യങ്ങളും രണ്ടാന്ന് പറയേണ്ടി വരും. കാരണം വചനം അറിയാവുന്നവനായിരുന്നെങ്കിൽ അതിന് മാന്താൻ വരുന്നവൻ അതോടെ വിട്ടുകൊടുക്കണമായിരുന്നു. വചനം അറിയാത്തതുകൊണ്ടാണല്ലോ ഒരുപാട് വാക്യങ്ങൾ, ബൈബിൾ ക്വിസിന് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആളുകളും നമ്മുടെ സഭകളിലുള്ള ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ അതിരുമാന്താൻ വരുമ്പോൾ അവർ പറയുന്ന ചീത്തവിളി കേൾക്കണം.
സത്യത്തിൽ കറക്റ്റാണ്. പക്ഷെ വചനം അറിയാമായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, അതോടെ വിട്ടുകൊടുക്കുമായിരുന്നു. അതല്ലേ സത്യം. കാരണം യേശു കർത്താവ് പറഞ്ഞിങ്ങനെ, നിന്റെ വസ്ത്രത്തിന് പിടിക്കുന്നതിന്റെ പുതപ്പും കൂടെ വിട്ടുകൊടുക്കുക. അതാണ് ദൈവരാജ്യത്തിന്റെ ഉപദേശം. ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, അവൻ ദൈവവചനം അവൻ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അവൻ എന്നാൽ അനുസരണം, എവിടെയാണ് അനുസരണം തുടങ്ങേണ്ടത്? ശരിക്കും നമുക്കറിയാം, യോസഫിന്റെ സംഭവം നമുക്കറിയാം. യോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അവൻ 10-17 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ, അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട, സഹോദരന്മാർക്ക് അസൂയ വരാൻ കാരണം അവിടെ നിന്ന് തുടങ്ങുന്ന സ്വപ്നം കണ്ടു. അവൻ സ്വപ്നം മറ്റൊന്നുമല്ല, ആ കാലഘട്ടത്തിൽ സ്വപ്നങ്ങൾ ലഭിച്ചിരുന്നത്, ദർശനങ്ങൾ ലഭിച്ചിരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവർക്കായിരുന്നെന്ന് പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കാരണമായി തീർന്ന അവൻ ആ കൊച്ചു ചെറുപ്പക്കാരന്റെ അവൻ ഉറക്കത്തിൽ ദൈവത്തിന്റെ ശബ്ദം അവൻ സ്വപ്നങ്ങളായി കണ്ടു. കണ്ടത് മറ്റൊന്നുമല്ല, അവൻ ആകാശത്തിലെ 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തന്നെ വണങ്ങുന്നു. മറ്റൊരു ദർശനം കണ്ടു, തന്റെ സഹോദരന്മാരും താനും ഒക്കെ എന്ത് ചെയ്യാണ്, വയലിൽ കറ്റ കൊയ്തുകൊണ്ട് അവൻ ഇരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് ചെയ്തു, എല്ലാ കറ്റകളും വന്ന്, സഹോദരന്മാരുടെ കറ്റകൾ വന്ന് തന്നെ വണങ്ങുന്നു എന്ന് താൻ സ്വപ്നം കണ്ടു. ഇദ്ദേഹം കണ്ട സ്വപ്നം വിശദീകരിച്ചില്ല, വ്യാഖ്യാനിച്ചില്ല. ഇത് തന്റെ അപ്പന്റെയും തന്നെ സ്നേഹിക്കുന്ന സഹോദരന്മാരുടെയും അടുത്ത് വന്ന് പറഞ്ഞു. കേട്ട മാത്രയിൽ അവർ കോപിക്കുക ഉണ്ടായത്. കാരണം യോസഫിനെ പിടികിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല, അവൻ അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അപ്പനും സഹോദരന്മാർക്കും മനസ്സിലായി ഇത് തങ്ങക്കിട്ടുള്ള പാരയായി കണ്ടതെന്ന്. കാരണം കേട്ടപ്പോഴേ അപ്പൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ അമ്മയും ഞാനും സഹോദരന്മാരും നിന്നെ വണങ്ങണമെന്നാണോ? അപ്പൊ സ്വപ്നം ആര് വ്യാഖ്യാനിച്ചു? കണ്ട യോസഫല്ല വ്യാഖ്യാനിച്ചത്, കേട്ട അപ്പൻ വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനം കറക്റ്റ് ആയിരുന്നു. ആമേൻ. സഹോദരന്മാർ തന്നെ എന്ത്, അത് മുഖാന്തരം യോസഫിന് അവൻ സഹോദരന്മാരുടെ എന്തിതു അസൂയക്ക് കാരണമായി യോസഫ് മാറ്റപ്പെട്ടു. പക്ഷെ പാവം പിടിച്ച യോസഫിന് എന്താന്ന് പോലും അറിയത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ദൈവത്തെ വിശ്വസിച്ചു, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു, അവൻ ദൈവത്തെ അനുസരിക്കണമെന്ന് ആഗ്രഹിച്ചു. കുറച്ചുകൂടെ കടന്ന് ഞാൻ പറയാം. ആമേൻ. അങ്ങനെ ഇരിക്കുന്ന 37-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ആ സംഭവമുണ്ട്. യോസഫിനോട് യാക്കോബ് യോസഫിനെ വിളിച്ചു, നിന്റെ സഹോദരന്മാർ ദൂരത്ത് ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ അവരുടെ അടുത്ത് ശേഖേമിൽ വരെ പോയി അവർക്ക് വേണ്ടി അവരോട് ക്ഷേമം അന്വേഷിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. കേട്ട യോസഫ് എന്ത് ചെയ്തില്ല, അപ്പനോട് പറഞ്ഞില്ല, ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞില്ല, എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ല, കൂടെ 2 ബാല്യക്കാരെ വേണമെന്ന് ഒന്നും പറഞ്ഞില്ല. താൻ കേട്ടത് എന്ത് ചെയ്തു, തന്റെ സ്വന്തം അപ്പനായ യാക്കോബ് പറഞ്ഞ ആ വാക്കിനെ താൻ അങ്ങ് അനുസരിച്ചു. ആമേൻ. ഞാൻ പറഞ്ഞൊരു താല്പര്യം, നമുക്കും പലരെയും അനുസരിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. നമ്മുടെ മുകളിലുള്ള ലീഡർഷിപ്പിനെ നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കാൾ നമ്മളുടെ മേൽ ഉത്തരവാദിത്വ ബോധമുള്ളവരെ നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. ഒരു പരിധി വരെ ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി നമ്മൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഇതനുസരിച്ച യോസഫിന്റെ ലൈഫിൽ പിന്നങ്ങോട്ട് പ്രശ്നങ്ങളായിരുന്നു. അവൻ സത്യത്തിൽ യോസഫ് ഇതനുസരിച്ച്, ഞാനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എന്റെ പൊന്നപ്പ, അവൻ അന്ന് ഞാൻ അനുസരിക്കാൻ പോയത് കൊണ്ട് ശേഖേമിൽ പോയി. അവിടെ ചെന്നപ്പോ സഹോദരന്മാർ അവിടെ അല്ല, അവർ ദോദാനി പോയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ദോദാനി പോയി. അവിടെ ചെന്നപ്പോ അവിടെ ഇല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ സഹോദരന്മാർ എന്നെ കണ്ടു, പിടിച്ചു മർദ്ദിച്ച് എന്ത് ചെയ്തു, പൊട്ടക്കണത്തിൽ എന്റെ വസ്ത്രം ഊരി അവിടെ ഇട്ടു. അവിടെ നിന്ന് വന്ന ഇസ്മായിലർക്ക് എന്നെ എടുത്ത് വിറ്റ് കളഞ്ഞു. അവൻ 20 വെള്ളിക്കാശിന് അവർ വാങ്ങിയിട്ട് എന്നെ വിറ്റ് ഞാൻ അടിമയായിട്ട് അന്യനാട്ടിൽ പോയി. അവൻ ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അവൻ അവിടെ പോയി, അവിടെ അടിമയായി ജീവിച്ച് അവൻ അവസാനം അവിടെ പൊത്തിഫേറിന്റെ വീട്ടിലെ നിന്നയും പരിഹാസവും എന്റെ വ്യക്തിത്വത്തിന് നേരെയുള്ള അവൻ അനാവശ്യമായ അപവാദം കൂടെ കേട്ടിട്ട് വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ട് കൂടെയുള്ളവൻ രക്ഷപ്പെട്ടു പോയി. പക്ഷെ എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ഒരു ദിവസം അനുസരണം കാണിച്ച തന്റെ അവൻ മേലുള്ള ദൈവനിയോഗം പുറത്തു വരേണ്ടതിന് താൻ ആരോടാണോ അനുസരണം കാണിച്ചത്, അനുസരണത്തിന്റെ ഫലമായി ദൈവം ആ രാത്രിയിൽ ഫറവോന് ദർശനത്തിൽ വെളിപ്പെട്ട് ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. ഒറ്റയൊരുത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അനുസരിക്കാൻ തയ്യാറായ യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് ചരിത്രത്തിൽ ഇന്ന് വരെ അധികം ആരും എന്ത് ചെയ്തിട്ടില്ല, കാരാഗ്രഹത്തിൽ നിന്ന് മന്ത്രി കസേരയെ കയറിയിട്ടില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ദർശനം കണ്ട അനുസരണം കാണിച്ച യോസഫ് ഒറ്റ ദിവസം കൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് മന്ത്രി കസേരയിലേക്ക് കയറിയതിന്റെ കാരണം അനുസരിക്കാൻ തയ്യാറായെന്നുള്ളതാണ്. അവൻ അനുസരിച്ച് ദൈവത്തെയാണോ, അത് രണ്ടാമത്തെ കാര്യം. ആമൻ. ആക്ഷരികമായി യാക്കോബിന്റെ വാക്കിനെ, അപ്പന്റെ വാക്കിനെ അനുസരിച്ചവൻ, അത് മുഖാന്തരം വന്ന എല്ലാ പ്രതിസന്ധികളെയും ചോദ്യം ചെയ്യാതെ അതെന്ത് ചെയ്തു, അതങ്ങ് അനുഭവിച്ചു. അല്ലെങ്കിൽ അതെന്ത് ചെയ്തു, വിട്ടുകളഞ്ഞു, മുന്നോട്ട് പോയി. അവസാനം തന്റെ അനുസരണത്തിന്റെ റിസൾട്ട് എന്ത് ചെയ്തു, ഒരു ദിവസം അവന് വേണ്ടി വെളിപ്പെട്ടു വന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവവചനത്തിൽ അറിവുണ്ട് നമുക്ക്,
പക്ഷേ വചനം അനുസരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ പിന്നെയും കേൾക്കത്തില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചെറിയ സംഭവം, അതിന്റെ ചിന്തയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ചെയ്ത കാര്യമൊന്നും വിശദീകരിക്കുന്നില്ല. അങ്ങനെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതായി എനിക്ക് തോന്നിയിട്ട്, എനിക്ക് വ്യക്തമല്ല, എനിക്ക് എന്റെ തോന്നലായിരുന്നത്, തോന്നിയിട്ട് ഞാൻ ഒരാൾക്ക്, അത് ആരാന്നും പറഞ്ഞില്ല, ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തു. ഒരാൾക്ക് അപ്പൊ ഇത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് വ്യക്തമല്ല ദൈവാത്മാവ് പറഞ്ഞാണോ അല്ലോ എന്ന് വ്യക്തമൊന്നല്ല. പക്ഷെ എനിക്കൊരു 80% വ്യക്തമാണ് ദൈവാത്മാവ് പറഞ്ഞാണെന്നൊരു വ്യക്തത, ഒരു ചിന്തയുണ്ട്. പക്ഷെ ഞാൻ ചെയ്തു കഴിഞ്ഞ് അഥവാ അതെന്റെ സ്വന്തം ചിന്തയാണെന്ന് വിചാരിച്ചു. സ്വന്തം ചിന്തയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പോലും ഞാനത് ചെയ്തെന്ന് ദൈവം എണ്ണുവല്ലോ. അങ്ങനെ ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പലപ്പോഴും നമുക്ക് ധാർമ്മികമായ നല്ല പല ചിന്തകളും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിൽ തോന്നും. ദൈവവചനത്തിൽ നമുക്ക് ചിലപ്പോൾ കിട്ടും, ചില ആശയങ്ങൾ കിട്ടും. നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ദൈവശബ്ദത്തെയാണോ റിജക്ട് ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് ചിന്തിക്കണം. എന്നിട്ടത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസത്താൽ നമ്മളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ദൈവശബ്ദത്തെ അനുസരിച്ചു എന്ന് വരികയാണ്. ആ അനുസരണം നമ്മെ അടുത്ത തലത്തിലേക്ക് കയറ്റി നിർത്തും. അവൻ അനുസരിക്കാൻ തയ്യാറായ അവൻ എബ്രായ ദേശത്ത് ജീവിച്ച സാധാരണക്കാരനായ യോസഫ് തന്റെ അനുസരണത്തിന്റെ ബല കൊണ്ട് എന്ത് ചെയ്തു? പൊട്ടക്കിണറും കടന്ന് മിസ്രൈമിലെ മന്ത്രിയായി. അവൻ ഇന്ന് രാത്രി എത്ര പേർ അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അടുത്ത ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകും? ആമേൻ. നമ്മൾ ഒരു തവണ ഒന്ന് അനുസരിച്ച് നോക്കിക്കേ, ഒരു തവണ വിശ്വാസത്താൽ അത് ചെയ്തു നോക്കിക്കേ, അടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണാൻ കഴിയും. ഒറ്റ തവണ ചെയ്താൽ മതി, അടുത്തൊരു പ്രൊമോഷനാ. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ താല്പര്യം, പ്രവാചകന്മാർ ഒരുപാടുണ്ട്, ജനത്തെ ചതിക്കുന്ന പ്രവാചകന്മാർ ഒത്തിരിയുണ്ട്. ആമേൻ. സത്യത്തിലുള്ള പ്രവാചകന്മാരുണ്ട്, അതും വിസ്മരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന്റെ ജനത്തിന് ആവശ്യം, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യും. ഇന്ന് രാത്രി ആമേൻ, ഒരു പ്രവാചകൻ പ്രവചിച്ചാൽ അത് പ്രവചനമാണോ എന്ന് കൂടെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് വേറെ സത്യമാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ ശബ്ദം ഇൻഡിവിജ്വലായി നമ്മൾ കേൾക്കുക, അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുക, പ്രാക്ടീസ് ചെയ്യുക. നിശ്ചയം എന്നൊരു കാര്യമുണ്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ഒരാൾ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെ, അവൻ എന്നോടുകൂടെ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കും. അവൻ ഈ പറഞ്ഞ ഒരു സാധാരണക്കാരനല്ല. അവൻ ലോകത്തിന്റെ സൃഷ്ടാവായ സർവശക്തനായ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന, വിവരിക്കാൻ കഴിയാത്ത തേജസ്സിന്റെ അവൻ പൂർണ്ണതയായ യേശു കർത്താവ് പറയുന്ന കാര്യമാണ്. ഞാൻ അവന്റെ കൂടെ വന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ഈ വചനത്തിന്റെ ശബ്ദം കേട്ടിട്ട് തുറക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇനി ഒരിക്കൽ ലോകത്തിന്റെ അവൻ കള്ള ഇടയന്മാർക്ക് വേണ്ടി ഞങ്ങൾ തുറക്കത്തില്ല. ഞങ്ങൾ ഞങ്ങളുടെ നല്ല ഇടയനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയവാതിലുകൾ തുറന്നു തരുന്നു. ദൈവവചനത്തിന്റെ സത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ, ദൈവവചനത്തിലെ വെളിപ്പാടുകൾക്കനുസരിച്ച് ജീവിക്കാൻ, ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞവരായി ജീവിക്കാൻ. ഓ ഹല്ലേലൂയ. ദൈവശബ്ദം എങ്ങനെ കേൾക്കും, പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് ഒത്തിരി സമയം എടുത്ത് പറഞ്ഞ് വിശദീകരിക്കേണ്ടി വരാം. പക്ഷെ ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് വലിയ കാര്യങ്ങൾ നമുക്കറിയാം. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായിക്കേ. ഈ രാത്രി ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ